മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ ആദ്യം വന്നിരിക്കുന്നത് പേജ് നമ്പർ 31 ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റിൽ. ഇൻ ഈച്ച് ഓഫ് ദ പെയർസ് ഓഫ് പ്രോഡക്ട്സ് ഗിവൺ ബിലോ ക്യാൻ യു ഫിഗർ ഔട്ട് ഇൻ യുവർ ഹെഡ് വിച്ച് ഈസ് ലാർജർ ആൻഡ് ഹൗ മച്ച് മോർ. അതായത് കുറെ പ്രോഡക്ട്സ് ഇവരിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനാണെങ്കിൽ 12 into 8 ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെ, മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറിനെ നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയും. ഇവിടെ 18 into 2 ഉണ്ട്. ഇതിൽ ഏതാണ് വലുതെന്നാണ് ചോദിക്കുന്നത്. മൾട്ടിപ്ലൈ ചെയ്യാതെ പറയണം. അപ്പൊ ഏതാണ് വലുതെന്നും പറയണം. ഇവർ തമ്മിൽ ഈ പ്രൊഡക്ട്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസും എത്രയാണെന്ന് പറയണം. അപ്പൊ ഇതില് പെട്ടെന്ന് നോക്കുമ്പോൾ 18 into 2 എന്ന് പറഞ്ഞാൽ 18 2 ടൈംസ് ആഡ് ചെയ്തതാ. പക്ഷെ 12 into 8 എന്ന് പറഞ്ഞാൽ 12 8 ടൈംസ് ആഡ് ചെയ്തതാ. സോ ഓഫ് കോഴ്സ് വലുതായിട്ട് വരുന്നത് 12 into 8 ആയിരിക്കും. അപ്പൊ ബിഗർ വൺ എന്ന് പറയുന്നത് 12 into 8 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. കാരണം 8 ടൈംസ് 8 പ്രാവശ്യം 12 എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്തതാണ് വലുതാകുള്ളൂ. മറ്റേത് 18 എന്ന് പറയുന്ന നമ്പർ 2 പ്രാവശ്യം ആഡ് ചെയ്തിട്ടുള്ളൂ. സോ 12 into 8 ആണ് വലുത്. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അറിയണമെങ്കിൽ ഇവിടെ 12ഉം ഇപ്പുറത്ത് 18ഉം ആവും അല്ലെ നമ്പേഴ്സ്. 12ഉം 18ഉം രണ്ടും 10ന്റെയും 20യുടെയും ഇടയ്ക്കുള്ള നമ്പേഴ്സ് ആണ്. ഇനി ഇവരുടെ വൺസ് പ്ലേസ് യൂണിറ്റ്സ് പ്ലേസിലുള്ളത് 2ഉം 8ഉം ആ. 2ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം ആദ്യം. 8 minus 2 6 എന്ന് കിട്ടും. എന്നിട്ടോ ഇവര് 10ന്റെയും 20യുടെ ഇടയിലുള്ളവരല്ലേ. അപ്പൊ 6 into 10 60 ആയിരിക്കും ഈ രണ്ട് പ്രൊഡക്ട്സും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നത് 60 ആയിരിക്കും. ഇനി ഇവിടെ തന്നിരിക്കുന്നതും ഇതുപോലെ തന്നെ ഒരു പെയറാണ്. 17 into 6ഉം 16 into 7ഉം. അപ്പോ ഇത് 6 ടൈംസ് 17 ആഡ് ചെയ്തതാ. ഇപ്പുറത്ത് കിടക്കുന്നതോ 7 ടൈംസ് 16 ആഡ് ചെയ്തതാ. അപ്പൊ കൂടുതൽ പ്രാവശ്യം ആഡ് ചെയ്യുന്നത് 16 into 7 ആ. അതുകൊണ്ട് വരുന്നത് 16 into 7 ആയിരിക്കും. ഇനി ഇവര് ഈ 17ഉം 16ഉം 10ന്റെയും 20യുടെ ഇടയ്ക്കാണല്ലോ. അപ്പൊ നമുക്ക് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഇവിടെ 7ഉം ഇവിടെ 6ഉം അല്ലെ യൂണിറ്റ്സ് പ്ലേസിൽ ഇരിക്കുന്ന നമ്പേഴ്സ്. 7ഉം 6ഉം അവര് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ 1. പിന്നെയോ 1 into 10. അപ്പൊ 10 ആയിരിക്കും ഈ രണ്ട് പ്രോഡക്ട്സ് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് 13 into 9 എന്ന് പറഞ്ഞാൽ 13 എന്ന് പറയുന്ന നമ്പർ നമ്മൾ 9 ടൈംസ് ആഡ് ചെയ്തു എന്നാണ്. ഇവിടെ 19 into 3 എന്ന് പറഞ്ഞാലോ 19 എന്ന് പറയുന്ന നമ്പർ 3 ടൈംസ് ആഡ് ചെയ്തു. അപ്പൊ വലുത് എന്തായാലും 9 ടൈംസ് ആഡ് ചെയ്ത ആളായിരിക്കും അല്ലെ. 9 പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട് 13 എന്ന് പറയുന്നത്. അപ്പൊ 13 into 9 ആണ് വലുത്. ഇനി ഡിഫറൻസ് ഇവർ രണ്ടുപേരും ടെൻസിൽ അല്ലെ, 10 തൊട്ട് 20 വരെയുള്ള നമ്പേഴ്സിന്റെ ഇടയില. അതുപോലെ യൂണിറ്റ്സ് പ്ലേസിലുള്ളവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 3ഉം 9ഉം അല്ലേ. അപ്പൊ 9 minus 3 ചെയ്യാം. 9 minus 3 6 എന്ന് കിട്ടി. 6 into 10 ചെയ്താൽ മതി. 6 into 10 അപ്പോ 60 ആണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഇനി ഇവിടെ നോക്കുമ്പോഴും 25 into 6ഉം 26 into 5ഉം കൂടുതൽ പ്രാവശ്യം ആഡ് ചെയ്തത് ആരാ? 25 into 6 അല്ലെ. 25 എന്ന് പറയുന്ന നമ്പർ 6 ടൈംസ് ആഡ് ചെയ്തതാ. മറ്റേത് 5 ടൈംസ് ആഡ് ചെയ്തിട്ടുള്ള 26. അപ്പൊ എന്തായാലും വലുതായിട്ട് വന്നത് 25 into 6 ആയിരിക്കും. ഇനി ഇത് 20യുടെയും 30യുടെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് അല്ലെ. 25ഉം 26ഉം. അപ്പൊ 20 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ആരെയാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഡിഫറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ യൂണിറ്റ്സ് പ്ലേസിലുള്ളത് ഇവിടെ 5ഉം ഇവിടെ 6ഉം ആ. അവര് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. 6ന്ന് 5 സബ്ട്രാക്ട് ചെയ്താൽ 1 കിട്ടും. അപ്പൊ 20സിലാണ് ഈ നമ്പർ കിടക്കുന്നത്. അപ്പൊ 20 into 1 20 ആയിരിക്കും ഈ രണ്ട് പ്രൊഡക്ട്സും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ചാപ്റ്ററിൽ ഇനി നമ്മളെ പഠിപ്പിക്കുന്ന വേറൊരു രീതിയാണ് ഇങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഇത് കണ്ടോ, 18 into 12 ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 18 എന്നുള്ളതിനെ 10 plus 8 എന്ന് എഴുതാലോ. 18 കണ്ടോ, 10 ഒരു കോളത്തിലും 8 വേറൊരു കോളത്തിലും എഴുതി. 12 എന്നുള്ളതിനെ 10 plus 2 അല്ലെ. 12 എന്ന് പറഞ്ഞാൽ 10 plus 2. അപ്പൊ ഇവിടെ 10 ഇവിടെ 2. എന്നിട്ടോ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 10 into 10 100, 8 into 10 80, 10 into 2 20, പിന്നെ 8 into 2 16. എന്നിട്ട് ഇവിടെ ആഡ് ചെയ്യുന്നു. 100 plus 80 180, 20 plus 16 36. എന്നിട്ട് അവസാനം ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതി. സോ 6 ഇവിടെ വരും അല്ലെ. 6 plus 0 6, 8 plus 3 11, പിന്നെ ഒരു 1 അവിടെ ക്യാരി ഉണ്ട്. 1 plus 1 2.
അങ്ങനെ 216 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരു രസകരമായ അല്ലെ, ഒരു നല്ലൊരു വേറിട്ട രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മെത്തേഡ് വെച്ച് നമ്മളോട് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കും. ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു ഫിഗർ വന്നിട്ട് ഇൻ ദിസ് മെത്തേഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പഠിക്കണം. സോ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് തന്നിട്ടുണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. See, now try computing the products below like this. ഇത് കുറെ നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. സോ ഓരോരുത്തരായിട്ട് നമുക്ക് നോക്കാമേ. ആദ്യം വന്നിരിക്കുന്നത് 13 into 15 ആണ്. സോ ആദ്യം നമ്മളിങ്ങനെ കോളം വരയ്ക്കണം ആണല്ലോ. 13ഉം 15ഉം 2 ഡിജിറ്റ്സ് വെച്ചിട്ടാണ്. അപ്പോ നമ്മുടെ കയ്യില് ഇങ്ങനെ കോളം വരണം. ഓക്കെ, അതില് 13 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 10 + 3, അപ്പൊ 10ഉം 3ഉം. 15 എന്ന് പറഞ്ഞാൽ 10 + 5 എന്ന് എഴുതി. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണ്. 10 into 10 100, പിന്നെ 10 into 3 30, ഇവിടെ 5 into 10 50, 5 into 3 15. ഇനി ഇവിടെ ഇങ്ങോട്ട് എഴുതുന്നത് 100 + 30 130, 50 + 15 65. ഇനി ഇവരെ ആഡ് ചെയ്താൽ മതി, നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും. ഇവിടെ 5 9 1, സോ 195 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് 17 into 16 ആണ്. അതില് നമുക്ക് കോളം വേണമായിരുന്നു, കോളം വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നിരിക്കുന്നത് 17 ആണ് അല്ലെ. 17 എന്ന് പറഞ്ഞാൽ 10 + 7, അപ്പൊ 10 എഴുതി 7 എഴുതി. പിന്നെ ഉള്ളയാള് 16 ആണ്, 10 + 6 ആണ് 16. ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. 10 into 10 100, ഇവിടെ 10 into 7 70, 6 into 10 60, 6 into 7 42. ഇനി ഇങ്ങോട്ട് ആഡ് ചെയ്യുക. 100 + 70 170, 60 + 42, 60 + 40 100 അല്ലേ, അപ്പൊ 60 + 42 102. ഇനി നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ 272, 272 ആണ് ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ. ഇനി അടുത്തത് നമുക്ക് 18 into 19 ചെയ്യാനുണ്ട്. ആ കോളം നമുക്ക് ആവശ്യമുണ്ട്, ആ കോളം ഇങ്ങോട്ട് എടുക്കാം. സോ ഇതാ 18 into 19 എന്ന് പറയുമ്പോൾ 18 എവിടുന്നാ വന്നത്? 10 + 8 ആണല്ലേ. അപ്പൊ 10ഉം 8ഉം എഴുതി. 19 എന്ന് പറയുമ്പോൾ 10 + 9. ഇനി 10 into 10 100, 10 into 8 80, 9 into 10 90, 9 into 8 72. ഇനി ആഡ് ചെയ്യുവാണ്. 100 + 80 180, 90 + 72. 9 + 7 ചെയ്താൽ 16 എന്നറിയാം. അപ്പൊ 90 + 70 ചെയ്താലോ 160, അപ്പൊ ഇത് 162. ഇനി ആഡ് ചെയ്യലാണ്. ഇനി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 4 അല്ലെ, 8 + 6 14, 1 ക്യാരി ഉണ്ട്, ഇവിടെ 3 342 എന്ന് ആൻസർ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി ഉണ്ട് ഇതേപോലെ തന്നെ ചെയ്യാൻ. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. അത് നമുക്ക് ആ 14 into 18 ചെയ്യാമേ. 14 into 18, 14 എന്ന് പറഞ്ഞാൽ 10 + 4ഉം 18 എന്ന് പറഞ്ഞാൽ 10 + 8. ഇപ്പൊ 10 into 10 100, 10 into 4 40, 8 into 10 80, 8 into 4 32. ഇനി ആഡ് ചെയ്യുവാണ്. ആഡ് ചെയ്യുമ്പോൾ 100 + 40 140, 80 + 30 8 + 3 11, അപ്പൊ 80 + 30 110. ഇനി 100 112 എന്ന് വരും അല്ലേ, 112 എന്ന് വരും. ഇനി ഇവരെ ആഡ് ചെയ്യാം. ഇവിടെ 2 4 + 1 5 1 + 1 2. ഇനി ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. 15 into 15. അപ്പോ 15 എന്ന് പറഞ്ഞാൽ 10 + 5, പിന്നെ അടുത്ത നമ്പറും 15 തന്നെ, 10 + 5, 10 into 10 100, 10 into 5 50, 5 into 10 50, 5 into 5 25. ഇനി അഡീഷൻ
ഇവിടെ 150, ഇവിടെ 50 + 25 75. ഇവരെ ആഡ് ചെയ്യുമ്പോൾ 5, 7 + 5 12, 1 ഇവിടെ വന്നു 225. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചു. ഇനി വേറൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് ദ ഡിഫറെന്റ് പ്രോഡക്ട്സ്. ഇവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്, കണ്ടോ? 24ഉം 17ഉം 20 + 4ഉം 10 + 7ഉം ആക്കിയിട്ട് പിന്നെ അത് ആഡ് ചെയ്തെടുത്തു. നമ്മളിപ്പോൾ ചെയ്ത അതേ കാര്യം തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതേപോലെ ചെയ്യാൻ നമുക്ക് വേറെ ഒരുപാട് രീതികളിൽ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓരോരോ മെത്തേഡായിട്ട് പഠിക്കാം. സോ ഇത് പേജ് നമ്പർ 35 തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. കമ്പ്യൂട്ട് ദ പ്രോഡക്ട്സ് ബിലോ. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറിന് പറയുന്നതാണ് പ്രൊഡക്റ്റ് എന്ന്. അപ്പോ 12 × 34 ആണ് ആദ്യം ചെയ്യാനുള്ളത് അല്ലെ. നമുക്ക് ആ കോളം മെത്തേഡ് ചെയ്യാം. കോളം മെത്തേഡ് ഇപ്പൊ ഒരുവിധം പഠിച്ചല്ലോ അല്ലെ. ഇത് ഒരെണ്ണം കൂടി ആ മെത്തേഡ് വെച്ച് ചെയ്ത് നോക്കാം. വേറെ പല മെത്തേഡ് ഉണ്ട്, നമുക്ക് ഓരോന്നും ഓരോ മെത്തേഡിൽ ചെയ്യാം. ഇതിനകത്ത് 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 + 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ 12 എന്ന് പറഞ്ഞാൽ 10 + 2, 34 എന്ന് പറഞ്ഞാൽ 30 + 4. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 30 × 10 300, 30 × 2 60, 4 × 10 40, 4 × 2 8. ഇനി ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 360, ഇവിടെ 48. ഇനി ഇവരെയും ആഡ് ചെയ്യാം. ഇവിടെ 8, ഇവിടെ 6 + 4 10, 1 ക്യാരി ഉണ്ട്, 1 + 3 4, 408 എന്ന് വരും. അപ്പൊ ഇതൊക്കെ നമ്മൾ കോളം വരച്ച് ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷനാ. ഈ വേറൊരു രീതിയിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാ. ഇപ്പൊ 23 എന്ന് പറഞ്ഞാൽ എനിക്കത് 20 + 3 എന്നാക്കാം അല്ലെ. 20 + 3 ആൻഡ് പുറത്തുള്ളതോ അപ്പുറത്തൊരു × 45 ഉണ്ട്. ഓക്കെ, അപ്പൊ 45 × 20 ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാന്ന് പറയും. കണ്ടോ, ഇനി നമുക്ക് ബ്രാക്കറ്റിന്റെ അകത്തോട്ട് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ വരുന്നത് 45 × 20, പിന്നെ ഇവിടെ ഉള്ളത് പ്ലസ് 45 × 3. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഏത് വഴിക്ക് ചെയ്താലും ഒരേ ആൻസർ കിട്ടും. ഇനി ഈ മെത്തേഡിൽ 45 × 20 എന്ന് പറയുമ്പോൾ 45 × 2, 45ന്റെ ഡബിൾ അല്ലെ 90 ആണ്. പിന്നെ ഒരു 0യും കൂടി കൊടുക്കണം. അപ്പൊ 900 + 45 × 3, 5 × 3 15, 1 ഉണ്ട് ക്യാരി, ആൻഡ് 3 × 4 12 + 1 135. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം അല്ലെ. 900ഉം 135ഉം ആഡ് ചെയ്യുമ്പോൾ 5310. സോ 1035 ആൻസർ വരും. സോ ഇതും ഒരു മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. ഈ മെത്തേഡ് വെച്ച് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഓക്കെ, ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. എല്ലാ മെത്തേഡും അറിഞ്ഞിരിക്കണം. കാരണം ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ ഓരോ മെത്തേഡ് തന്നിട്ട് ഒരു എക്സാമ്പിൾ തന്നിട്ട് അതുപോലെ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് ഈ 75 × 75 പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇപ്പൊ ചെയ്ത പോലെ ചെയ്യാം. 75 എന്ന് പറഞ്ഞാൽ 70 + 5 എന്നാക്കാം. പിന്നെ ഒരു 75ഉം കൂടി ഉണ്ട് പുറത്ത് അല്ലെ. മൾട്ടിപ്ലൈ ബൈ 75. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാന്ന് പറയുന്നത് 70 × 75. അപ്പൊ 70 × 75 പ്ലസ് പിന്നെ ഇപ്പുറത്തൊരു 5 ഉണ്ട്, 5 × 75. അതായത് ബ്രാക്കറ്റ് പുറത്തുള്ളയാളെ അകത്തുള്ള എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണമെന്നാണ് റൂള്. ഓക്കെ, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 70 × 75 ചെയ്യാം. അതിന് 75 × 7 ചെയ്യാം. സോ 525 എന്ന് വന്നു. എപ്പോ 75 × 7 ചെയ്തപ്പോ. പക്ഷെ ഇവിടെ നമുക്ക് 75 × 70 ആണല്ലോ. അപ്പോ 5250 എന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ പിന്നെ ഉള്ളത് 75 × 5 ആണ്, 375. അപ്പൊ ഇവരെ രണ്ടുപേരെയും കൂടി ഇനി ആഡ് ചെയ്താൽ മതി അല്ലേ. 375. 5625 എന്ന് ആൻസർ വന്നു. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ മെത്തേഡ് പഠിച്ചു? കോളം വരച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ നല്ല എളുപ്പമായിരുന്നു, അത് പഠിച്ചു.
പിന്നെ ഇതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനും പഠിച്ചു. ഇനി നമുക്ക് ഈ പറഞ്ഞ കോളം മെത്തേഡ് തന്നെ ഈ കോളം മെത്തേഡ് തന്നെ നമുക്ക് അഡീഷൻ പോലെ നിരത്തി എഴുതി ചെയ്യാനും പറ്റും. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അടുത്ത 2 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആ ഒരു മെത്തേഡ് ചെയ്യാം. ഇത് കണ്ടോ, 123 into 45 ആ. 123 എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ട് അതിനകത്ത്? 100 ഉണ്ട്, 20 ഉണ്ട്, ഒരു 3 ഉണ്ട്. അതുപോലെ 45 അടുത്ത നമ്പർ. 45 എന്ന് പറഞ്ഞാൽ 40 ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക, അതാണ് പരിപാടി. നോക്കിക്കോ കേട്ടോ. ഇതിനകത്ത് ഓരോരുത്തരും എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം നമ്മൾ 100 into 40 ചെയ്യാം. 100 into 40 plus 100 into 5. ഓക്കെ, അപ്പൊ 100നെ ഞാൻ 45ന്റെ 2 ആൾക്കാർക്കും കൊടുത്തു കേട്ടോ. 45ന്റെ അകത്തുണ്ടായിരുന്നത് 40യും 5ഉം ആയിരുന്നു. 100നെ ഞാനിപ്പോ 2 പേർക്കും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞു. ഇനി പ്ലസ് 20നെ ഇതേപോലെ തന്നെ 40ക്കും കൊടുക്കുക. അപ്പൊ 20 into 40 പ്ലസ് 20 into 5 പ്ലസ് ഇനി 3 ആവുള്ളത്. 3നെ ഇതേപോലെ കൊടുക്കണം. 3 into 40 പ്ലസ് 3 into 5. കണ്ടോ, ഇങ്ങനെ കുറെ മൾട്ടിപ്ലിക്കേഷൻസ് ആദ്യം ചെയ്യണമെന്നാണ് കേട്ടോ. മാത്സിന്റെ റൂള് ബോർഡ് മാത്സ് റൂൾ എന്ന് പറയും. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ നമുക്ക് അഡീഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ ആദ്യം വരുന്നത് 4000 പ്ലസ് ഇതോ 500, ഇതോ ഇത് 4 into 2 8, പിന്നെ 2 സീറോയും, അപ്പൊ 800. ഓക്കെ, ഇത്ര അവിടെ ഇരിക്കട്ടെ. നമ്മളിപ്പം ഈ നമ്പറും ഈ നമ്പറും ഈ നമ്പറും എടുത്തു. ഇനി ബാക്കിയുള്ളതോ 20 into 500 പ്ലസ് 3 into 40. 3 into 4 12, അതിൻ്റെ കൂടെ 0യും കൂടി ഇട്ടു. 3 into 5 15. ഇപ്പൊ എല്ലാ പ്രോഡക്ട്സും നമ്മൾ എടുത്തു. ഓക്കെ, ഇവരെ രണ്ടുപേരെ നമുക്ക് ആഡ് ചെയ്യാം. ഒരുപാട് നമ്പേഴ്സ് ഒന്നിച്ചിട്ട് ആഡ് ചെയ്താൽ ചിലപ്പോൾ തെറ്റിപ്പോകും. അതുകൊണ്ട് 3 വെച്ച് ആഡ് ചെയ്തിട്ട് അവസാനം വരെ പോയിട്ട് ആഡ് ചെയ്യാം. ഇവിടെ 0 0 3 വന്നു, 1 വന്നു, 5. ഇവിടെ ആഡ് ചെയ്യുമ്പം 5 3 2. ഇനി എന്ത് ചെയ്യണം? ഇപ്പൊ കിട്ടിയ ഈ 2 ആൻസേഴ്സ്, കാരണം കഴിഞ്ഞിട്ടുണ്ടായില്ല, ഈ 2 നമ്പേഴ്സും കൂടി ആഡ് ചെയ്യാം. 5 3 00 പ്ലസ് 2 35. 5 3 5 5. സോ ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്, 5535. ഇനി ഇതേപോലെ ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 320 into 78 ആ. അപ്പൊ 320 എന്ന് പറഞ്ഞാല് 300 പ്ലസ് 20 ആണല്ലേ. കാരണം അതിനകത്ത് പിന്നെ 0 അല്ലേ കിടക്കുന്നത്, 20യിൽ നിർത്താം. ദിസ് ഇൻറ്റു 78 എന്ന് പറഞ്ഞാൽ 70 into 8 ആണ്. ഇത് നമ്മൾ ഓരോരുത്തരും എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. സോറി, ഇതിനകത്ത് 70 into അല്ല, 70 പ്ലസ് ആയിരുന്നു കേട്ടോ. 70 പ്ലസ് 8 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ്. അപ്പൊ 300 into 70 പ്ലസ് 300 into 8 പ്ലസ് 20 into 70 പ്ലസ് 20 into 8. കണ്ടോ, 300നെ ആദ്യം 70ക്കും കൊടുത്തു, 8നും കൊടുത്തു. പിന്നെ 20നെ എടുത്തിട്ട് 70ക്കും കൊടുത്തു, 8നും കൊടുത്തു. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 3 into 7 21, പിന്നെ 1 2 3 3 സീറോസ് കൂടി ഇരിപ്പുണ്ട്, അതിട്ടു. ഇനി 3 into 8 24, പിന്നെ 2 സീറോയും കൊടുക്കാനുണ്ട് അല്ലേ. 24ഉം 2 സീറോസും. ഇവിടെ 2 into 7 14, പിന്നെ 2 സീറോസും കൂടി കൊടുക്കാനുണ്ട്. ഇവിടെ 2 into 8 16, പിന്നെ ഒരു സീറോയും കൂടി കൊടുക്കാനുണ്ട്. ഇതൊക്കെയാണ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ. ഇവിടെ 0, ഇവിടെ 6, 4 plus 4 8 plus 1 9, 2 plus 1 3 plus 1 4 and 2. So 24960 എന്നാണ് ആൻസർ വരുന്നത്. അങ്ങനെ പല രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ വേറെ എന്താ ഉള്ളതെന്ന് നോക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് വേറൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 36 into 15 540 തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് ദ ഫോളോയിങ് പ്രോഡക്ട്സ്. അപ്പോൾ 36 into 15 എന്ന് പറഞ്ഞാൽ 36 എന്ന് പറയുന്ന നമ്പറിനെ 15 ടൈംസ് ആഡ് ചെയ്തു എന്നാണ് അല്ലെ. അപ്പോൾ അത് വെച്ചാണ് ഇവർ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. നോക്കി, 36 into 15 തന്നിട്ട് 36 into 16 എത്രയായിരിക്കും എന്ന് ചോദിക്കുന്നത്. അപ്പോൾ
ഇത് നമുക്ക് 36 into 15 plus 1 എന്ന് എഴുതാൻ പറ്റും അല്ലെ? 36 into 15 plus 1. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തില്ലേ കുറച്ച് മുമ്പ്, അതേപോലെ തന്നെ ഇത് 36 into 15 plus 36 into 1, അതായത് 36. ഇതിനകത്ത് 36 into 15 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 540. അപ്പൊ 540 plus 36 ചെയ്ത ആൻസർ കിട്ടും. 6, 7, 5. അപ്പൊ 576 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചത് 37 into 15 എത്രയാണ്? അപ്പൊ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് 36 into 15 ആ. അപ്പം നമ്മൾ എങ്ങനെ ഇത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറുമായിട്ട് കണക്ട് ചെയ്തെടുക്കും? ഈ 37നെ നമുക്ക് 36 plus 1 ആക്കാൻ പറ്റും അല്ലേ? അപ്പൊ 36 plus 1 into 15 ആക്കി. ഇനി നമ്മൾ സാധാരണ പോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുവാണ്. അപ്പൊ 36 into 15 plus 36 into 1. സോറി 15 into 1, 15. ഓക്കെ, 36 into 15 ഇവിടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 540. അതിൻ്റെ കൂടെ 15ഉം കൂടി ആഡ് ചെയ്താൽ മതി. ഇവിടെ 5, ഇവിടെ 5, 5, 555 എന്ന് കിട്ടും. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ തന്നെ ആ ക്വസ്റ്റ്യന്റെ ബാക്കിയാ 36 into 14 ഉണ്ട്. അപ്പൊ 36 into 15 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതെങ്ങനെ 14നെ നമുക്ക് 15ഉമായിട്ട് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് 36 into 15 minus 1 ആണ് അല്ലേ 14 എന്ന് പറയുന്നത്. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 36 into 15 മൈനസ്, ഇടയ്ക്കുള്ളയാൾ മൈനസ് അല്ലേ, അപ്പൊ മൈനസ് 36 into 1, 36. അപ്പൊ 36 into 15 ക്വസ്റ്റ്യനകത്ത് 540 ഉണ്ട്, മൈനസ് 36. അപ്പൊ ഇവിടെ 40 minus 36 4 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 504 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇതേപോലെ തന്നെ അടുത്തത് 35 into 15 ഉണ്ട്. 36 into 15 ആണ് കേട്ടോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഉള്ളത് 35 ആ. അപ്പൊ 36ഉം 35ഉം ഒന്ന് കണക്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് 35 എന്നുള്ളതിനെ 36 minus 1 എഴുതാൻ പറ്റും. എന്നിട്ട് into 15. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുവാണ് സാധാരണ പോലെ. അപ്പം 36 into 15 മൈനസ് 1 into 15. 1 into 15 എന്ന് പറഞ്ഞാൽ 15 തന്നെ. അതായത് 36 into 15 ആണ് ക്വസ്റ്റ്യനിലൊക്കെ തന്നിരിക്കുന്നത്. 540 മൈനസ് 15. അപ്പൊ 40 മൈനസ് 15 എത്രയാ? അപ്പം 25, പിന്നെ 25, പിന്നെ ഇപ്പുറത്തൊരു 5, 525 കിട്ടി. ഇനി നമുക്ക് പഠിക്കാനുള്ള വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാ. എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 16 ഗേവ് 1360. അപ്പോൾ ഏതോ ഒരു നമ്പർ ഞാൻ ഈ ബോക്സിനകത്ത് എഴുതിയേക്കാം. ഈ ബോക്സിനകത്ത് ആ നമ്പർ ഉണ്ട്. ആ നമ്പറിനെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1360 കിട്ടി എന്നാണ് പറയുന്നത്. ഇനി വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഇഫ് ദ നെക്സ്റ്റ് നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 16? അതായത് ഈ നമ്പറിന്റെ അടുത്ത നമ്പർ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്നാ ചോദിക്കുന്നത്. അതായത് ഒരു പ്രാവശ്യം കൂടി 16നെ ആഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം അല്ലേ? ഇപ്പൊ ഞാൻ പറയാം 12 into 16ഉം 13 into 16ഉം എന്താ ഡിഫറൻസ് വരുന്നത്? ഇത് 12 ടൈംസ് അല്ലെ, 12 പ്രാവശ്യം നമ്മൾ 16നെ ആഡ് ചെയ്തതാണ് 12 into 16. അതേസമയം 13 into 16 എന്ന് പറഞ്ഞാലോ ഒരു പ്രാവശ്യം കൂടി 16 13 ടൈംസ് ആഡ് ചെയ്തു പറഞ്ഞാൽ 12 ടൈംസ് ആഡ് ചെയ്തതിന്റെ കൂടെ ഒരു 16ഉം കൂടി ആഡ് ചെയ്താൽ കിട്ടും. അപ്പൊ അതാണ് അതിനകത്തെ ലോജിക്ക്. ഇവർ ചോദിക്കുന്നത് ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചത് വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഇഫ് ദ നെക്സ്റ്റ് നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ്. അപ്പൊ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഒരു 16ഉം കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ആ പറഞ്ഞ പ്രോഡക്റ്റ്. ഓക്കെ, അതുപോലെ സെക്കൻഡ് പാർട്ടില് വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഇഫ് ദ നമ്പർ ജസ്റ്റ് ബിഫോർ ദിസ് ഈസ് മൾട്ടിപ്ലൈഡ്. തൊട്ട് മുമ്പത്തെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ന് പറഞ്ഞാൽ തൊട്ട് പുറകോട്ട് പോകണം. പുറകോട്ട് പോകാന്ന് പറഞ്ഞാൽ 16 അതിൽ നിന്ന് മാറ്റണം, 16 സബ്ട്രാക്ട് ചെയ്യണം. 1360 മൈനസ് 16 എന്ന് വരും. ഇവിടെ 6 കട്ട് ചെയ്തിട്ട് 5 ആക്കാം. ഇവിടെ 10 ആവും. ഇവിടെ 4, 4, 3, 1, 1344 ആൻസർ ആയിട്ട് വരും.